ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു കുഞ്ഞു പൂച്ചനാണ് വരയ്ക്കുന്നത്. അത് കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ച് കൊടുക്കുക അതിൻ്റെ ഫേസിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് 2 ചെവി വരച്ച് കൊടുക്കുന്നുണ്ട്. ചെവിയുടെ താഴെ നമ്മൾ വായ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഷേപ്പ് വരച്ച് കൊടുത്തു. ഇനി നമ്മൾ മൂക്കാണ് വരയ്ക്കുന്നത്. മൂക്ക് വരച്ച് കഴിഞ്ഞിട്ട് പൂച്ചയ്ക്ക് ശ്വാസം കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സർക്കിൾ വരച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. പൂച്ചകളുടെ മേത്തുള്ള രോമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പല കളറിലും പല ഷേപ്പിലൊക്കെ ആയിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ ഒരു ചെറിയൊരു പാറ്റേൺ വരച്ച് കൊടുത്തു. അതിനുശേഷം കണ്ണ് വരച്ചു. കണ്ണിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു സർക്കിളും കൂടെ വരച്ചു. അങ്ങനെ നമ്മുടെ കണ്ണ് ഏകദേശം ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് ഇനി ബോഡി വരയ്ക്കുകയാണ്. ഇനി കുഞ്ഞ് 2 കാലുകൾ വരച്ചു കൊടുക്കാം. നമ്മളെപ്പോൾ സ്കെച്ച് ചെയ്യുമ്പോഴും ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യാൻ നോക്കുക. ഞാനിത് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്കായിട്ട് സ്കെച്ച് ചെയ്യണം. അപ്പോൾ HB പെൻസിൽ യൂസ് ചെയ്തിട്ട് സ്കെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബോഡിയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞൊരു ശരീരമുള്ള പൂച്ചയാണ്, ഒരു ഉണ്ട പൂച്ചയാണ് നമ്മളൊന്ന് വരയ്ക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെയ്ത് കൊടുത്തു. ഇനി 2 കാല് വരച്ചു. ഇനി ഒരു വാലും കൂടെ വരയ്ക്കണം. അപ്പോൾ വാലും നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള വാലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇനി ആ ബോഡിയുടെ അകത്ത് കുറച്ച് പാറ്റേൺ വരച്ചു കൊടുക്കുക. അതായത് ഈ പൂച്ചകളുടെ മേത്തുള്ള പാറ്റേൺ നമ്മൾ മുഖത്ത് വരച്ചില്ലേ, അതുപോലെ തന്നെ പാറ്റേൺ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വാലിലും കുറച്ച് പാറ്റേൺ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്കെച്ച് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു ചെറിയൊരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലോർ പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റായി സ്കെച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് കളർ അപ്ലൈ ചെയ്യാം. അങ്ങനെ ആദ്യം നമ്മൾ കളർ കൊടുക്കുന്നത് കണ്ണിനാണ്. അപ്പോൾ കണ്ണിൻ്റെ ചുറ്റും നമ്മൾ എന്ത് കൊടുത്തു? യെല്ലോ ഗ്രീൻ കൊടുത്തു. യെല്ലോ ഗ്രീൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ബ്ലാക്ക് കൊടുത്തു. ബ്ലാക്കിന് ചുറ്റുമായിട്ട് ചെറിയൊരു പോർഷനിൽ നമ്മൾ സാപ്പ് ഗ്രീൻ കൊടുത്തു. പിന്നെ വൈറ്റ് കൊണ്ട് ഹൈലൈറ്റ് അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ആ കൊടുത്ത പാറ്റേണിന് ബ്ലാക്ക് ഓയിൽ പെസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി ബ്ലൂ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ സൈഡിൽ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അത്ര പ്രഷർ ചെയ്തിട്ടല്ല ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വൈറ്റൊക്കെ കാണുന്ന രീതിയിലാണ് ലൈൻ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ഇനി ചെയ്യണത്. ഫേസിൽ അപ്പോൾ കുറച്ച് ബ്ലാക്ക് ലൈൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചെവി ചെയ്യാം. അപ്പോൾ ചെവി ചെയ്യുമ്പോൾ ഞാൻ മൊത്തത്തിൽ ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ചെവിയുടെ ഉള്ളിൽ നമുക്ക് വേറെയും കളേഴ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പേസ് അവിടെ വിട്ടു. അതിന് ശേഷം ബാക്കി എല്ലായിടത്തും ഒന്ന് ബ്ലാക്ക് ഫിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ബ്ലൂ കൊടുത്ത ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഗ്രേ ഷെയ്ഡും കൂടെ കൊടുക്കാം. അപ്പോൾ ഗ്രേ ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ. അപ്പോൾ ബ്ലൂ നിങ്ങൾക്ക് സ്കൈ ബ്ലൂ അല്ലെങ്കിൽ അൾട്രാമറിൻ ബ്ലൂ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രേ യൂസ് ചെയ്തു. ഗ്രേ കൊണ്ട് ഞാൻ ആ 2 ചെവിടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഗ്രേ ഫിൽ ചെയ്തു. ബ്ലാക്കിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്തു. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റൽസ് ആണ്. അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാകുമ്പോൾ ഒരു കളറിൻ്റെ മുകളിൽ വേറെ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂക്കിന് റെഡ് കൊടുത്തു. റെഡിന് വേണ്ടി ഞാൻ പ്രൈമറി റെഡാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ മീശ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസ് ബ്ലാക്ക് യൂസ് ചെയ്ത് അവിടെ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളടത്ത് ഡാർക്ക് ഗ്രേ വെച്ചിട്ട് ഫിൽ ചെയ്തു. ഡാർക്ക് ഗ്രേയുടെ കൂടെ വൈറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഫേസിൽ അങ്ങനെ ഷെയ്ഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലാക്ക് തന്നെ യൂസ് ചെയ്തിട്ട് കുറച്ച് ലൈൻസും ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം എവിടെയെങ്കിലും പേപ്പർ വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. കണ്ണിന് താഴെയായിട്ട് ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്, ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്യുക. കൈകൊണ്ട് തട്ടി കളയുമ്പോൾ പിന്നെ അവിടെ കളർ സ്പ്രെഡായിട്ട് പേപ്പർ നാശമായി പോവും, പേപ്പറിൽ ആകെ കളർ പരക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാലിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ഗ്രേ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രേയും വൈറ്റും യൂസ് ചെയ്തിട്ട് കാല് ചെയ്തു.
ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അടുത്തത് പൂച്ചേനെ മൊത്തത്തിലായിട്ട് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാറ്റേൺസും കൂടെ വരച്ചു കൊടുക്കാം. ആ പാറ്റേൺസിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്യുമ്പോൾ പുറത്ത് കളർ പോവാണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പേപ്പർ വെയിറ്റ് വരുന്നത് പരമാവധി ഒഴിവാക്കുക. ഇനി ആ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വൈറ്റ് സ്പേസിൽ വൈറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ഗ്രേയും യൂസ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റ് ഗ്രേ യൂസ് ചെയ്തിട്ട് ബ്ലാക്കിൽ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ കാലിൻ്റെ മുകളിലും നമ്മൾ ഗ്രേ യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും കുറച്ച് വൈറ്റ് സ്പേസ് വിടുന്നുണ്ട് കേട്ടോ. ആ വൈറ്റ് സ്പേസിൽ പിന്നെ വൈറ്റ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണത്. ഇനി മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ആ ഔട്ട്ലൈൻ്റെ കൂടെ തന്നെ ആ പൂച്ചക്കുട്ടൻ്റെ ബോഡിക്കകത്തുള്ള പാറ്റേൺസ് കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പാറ്റേൺസ് ഉള്ള ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്യുന്നു. നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അതുപോലെ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പകുതി വെച്ച് നിർത്താണ്ടിരിക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ പൂച്ചക്കുട്ടനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാലിന് വേണ്ടിയിട്ട് ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യണത്. ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പാറ്റേൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പാറ്റേണിന് വേണ്ടിയിട്ട് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യണത്. അതിന് ശേഷം ഗ്രേ, ഡാർക്ക് ഗ്രേയും അതുപോലെ തന്നെ നോർമൽ ഗ്രേയും യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഷെയ്ഡും അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലാക്കിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഗ്രേ യൂസ് ചെയ്തിട്ടും വൈറ്റ് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻസിനെല്ലാം ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തു. അതിന് ഷാഡോ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് അപ്ലൈ ചെയ്യുക. അതായത് ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ കളേഴ്സാണ് അവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. ബ്രൗണിൻ്റെ മുകളിലായിട്ട് ഓറഞ്ചും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. വൈറ്റ് സ്പേസ് കാണാത്ത രീതിയിൽ എല്ലായിടത്തും പതിയെ തന്നെ ഒരേ ഡയറക്ഷനിലോട്ട് ചെയ്യാൻ നോക്കുക. ഓറഞ്ചിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. അത് സ്ട്രെയിറ്റ് ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ലൈൻസ് ഇട്ട് കൊടുക്കാൻ നോക്കുക. അതിനുശേഷം ബ്ലാക്കും യൂസ് ചെയ്തിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഓറഞ്ച് ലൈൻ കൊടുക്കുക. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ലൈൻ കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ലൈന് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ടും ബ്ലാക്ക് യൂസ് ചെയ്തിട്ടും ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടന് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വൈറ്റ് സ്പേസ് ഒക്കെ വന്നിട്ടില്ലേ പേപ്പറിൻ്റെ, അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ക്ലോത്തോ ടിഷ്യോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോട്ടൺ പേസ്റ്റോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് കളറൊന്ന് ഫെയ്ഡ് ആവുകയാണെങ്കിൽ ഒന്നും കൂടെ റീഅപ്ലൈ ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഓയിൽ പേസ്റ്റൽസ്, വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിങ് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. ബൈ.